അല്പസമയം മുൻപാണ് പി.വി. അൻവർ വീണ്ടും മാധ്യമങ്ങളെ കണ്ടത്. എം.വി. ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തിയതിന് തൊട്ട് പിന്നാലെയായിരുന്നു പി.വി. അൻവറിന്റെ പ്രതികരണം. തന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതിൽ അത് താൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഒപ്പം ഏറ്റവും പ്രധാനം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായുണ്ട്. വിപിൻ, ഇപ്പോൾ ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായിരിക്കുന്നു. ഇനി എന്താകും അദ്ദേഹത്തിന്റെ തുടർ നീക്കം എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം പറയുന്നത് ഒരു പുതിയ പാർട്ടി വേണ്ടി വന്നാൽ രൂപീകരിക്കും, ജനങ്ങളൊപ്പമുണ്ടോ എന്നുള്ളതാണ് തനിക്ക് ആദ്യം അറിയേണ്ടത്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുമ്പോൾ സോഷ്യലിസ്റ്റ് സെക്യുലർ സ്വഭാവത്തിലുള്ള പാർട്ടി ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതായത് നിലവിലിപ്പോൾ UDF സംവിധാനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നിലവിലുള്ളതിലുമായി ചേർന്ന് നിൽക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായൊരു മറുപടി ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം എന്തൊക്കെ വ്യക്തമാക്കുന്നുണ്ട്? അതെ, ഒരടി പോലും പി.വി. അൻവർ പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റുപറച്ചിലുകൾ എല്ലാം തന്നെ ഇനിയും തുടരുകയും ചെയ്യും. പാർട്ടി ഒരു മുങ്ങാൻ പോകുന്ന കപ്പലാണ്. ആ കപ്പലിലെ ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് താൻ ഒരു ഓട്ടയിട്ടത്. അതിലൂടെയാണ് വെള്ളം കയറുമ്പോഴെങ്കിലും ശ്രദ്ധിക്കുമല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് അത്രയെങ്കിലും താൻ ചെയ്തത്. അതിനെ താൻ കപ്പൽ മുക്കുന്നവനായി എന്നുണ്ടെങ്കിൽ താൻ ഇനി ഇത് ശബ്ദിക്കാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതും പറയുന്നു. ഒപ്പം ആളുകൾ കൂടെ ഉണ്ടോ എന്നുള്ളത് നോക്കുകയാണ് ഇപ്പോൾ പി.വി. അൻവർ ചെയ്യുന്നത്. അതിനായിട്ടാണ് ഗൂഗിൾ ഫോം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊരു 7 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. താൻ പോലീസിനെതിരെ പറഞ്ഞതിൽ യോജിപ്പുണ്ടോ, അല്ലെങ്കിൽ പോലീസ് രാജ് നടക്കുന്നോ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിൽ സംതൃപ്തയുണ്ടോ തുടങ്ങിയിട്ടുള്ള 7 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതിൽ കിട്ടുന്ന ഒരു സ്വീകാര്യതയ്ക്ക് അനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ എന്നുള്ളതാണ്. താൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇതിൽ ജനങ്ങൾ എത്രത്തോളം കൂടെയുണ്ട് എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനം. അതാണ് താൻ ഇപ്പോൾ നോക്കുന്നത് എന്നുള്ളതുമുണ്ട്. ഒപ്പം തന്നെ പ്രവർത്തകർ തന്റെ കൂടെയുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോ നേതാക്കന്മാരിട്ട ഓരോ പോസ്റ്റുകൾക്ക് താഴെയും പി.വി. അൻവറിന് എത്രത്തോളം ഒരു സ്വീകാര്യതയുണ്ട് എന്ന് നോക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് പി.വി. അൻവർ ഈ നിമിഷത്തിലും പറയുന്നത്. കാരണം പ്രവർത്തകർക്ക് മറ്റൊന്നും ചെയ്യാനില്ല. പാർട്ടി പറയുന്നതിനനുസരിച്ച് പ്രതിഷേധം നടത്തുക മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ അത് തുടരട്ടെ എന്നുമുള്ളതാണ് ഇപ്പോൾ പി.വി. അൻവറിന്റെ ഒരു തീരുമാനമുള്ളത്. ഒപ്പം തന്നെ ഈ സെക്രട്ടറി അച്ചടി ഭാഷ കൊണ്ട് കാര്യമില്ല. വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണവും ഈ പറഞ്ഞ ഒരു കാര്യങ്ങളിലും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മാമി കേസ് വിശദീകരിക്കാൻ വേണ്ടി തിങ്കളാഴ്ച കോഴിക്കോട് ഒരു പൊതുസമ്മേളനം കൂടി പി.വി. അൻവർ വിളിച്ചിട്ടുണ്ട്. മറ്റൊന്നുള്ളത് മലപ്പുറത്തെ 16 മണ്ഡലങ്ങളിലും താൻ മൈക്ക് കെട്ടി സംസാരിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എത്ര ആളുകൾ വരുമെന്നല്ല, പക്ഷേ തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ജനങ്ങളോട് പറയണം. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാർ തമ്മിലും ആ ഒരു നെക്സസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഭാഗമാകില്ല എന്നുള്ളതാണ് നിലവിൽ പി.വി. അൻവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു പാർട്ടി എന്നുള്ള ആലോചന വിടുകയുമില്ല. പക്ഷെ എത്രത്തോളം ഒരു പിന്തുണയുണ്ട് എന്നുള്ളത് പരിശോധിക്കും. ആ ഒരാഴ്ച താനൊന്ന് നോക്കട്ടെ. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞത് ഞായറാഴ്ച നിലമ്പൂരിൽ പൊതുസമ്മേളനം നടത്തുമെന്നാണ്. ഇന്നിപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് തിങ്കളാഴ്ച കോഴിക്കോട്ട് ഒരു പൊതുസമ്മേളനം സംഘടിപ്പിക്കും. കൂടാതെ മലപ്പുറം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും സംസാരിക്കും, ജനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിൽ ജനങ്ങളുടെ പിന്തുണ എങ്ങനെയാണ് എന്നത് താൻ അറിഞ്ഞതിന് ശേഷമാകും പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമോ എന്നതിൽ തുടർ തീരുമാനമുണ്ടാവുക എന്നാണ് അൻവർ വ്യക്തമാക്കിയത്.